പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നലെ കർത്താവിൻ്റെ സംസ്കാരം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ആ കുരിശും മരണത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വളരെ വേഗം അങ്ങൊരു സമയം കൂടുതൽ കൊണ്ട് സാധാരണ രീതിയിലും വീഡിയോയിൽ ഇച്ചിരി ലെങ്ത് കൂടുതലായിരുന്നു സമയം. അപ്പോൾ എങ്കിലും എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയേണ്ടതായിരുന്നു. പിന്നെ ഞാനത് ഒന്ന് കേട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനത് ചിലതൊക്കെ വിട്ടുപോയി പറയേണ്ടുന്നതായിരുന്നു. അപ്പോൾ അതായത് കർത്താവിൻ്റെ ആ മരണസമയത്ത് അവിടുന്ന് ഉള്ള ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ് ഒന്നാമതായിട്ട് കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിലാണ് കാണുന്നത്. സങ്കീർത്തനം 31:5 കാണുന്ന ഒരു വാക്യമുണ്ട്. സാധാരണ യഹൂദ ഭവനങ്ങളിൽ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പ്രസവിച്ച അമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്: ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ഇത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അത് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് കർത്താവ് അവസാനമായിട്ട് ഉച്ചരിച്ച വാക്യവും അതാണ്. അത് പറഞ്ഞുകൊണ്ട് തലചായ്ച്ചു മരണം അടഞ്ഞു. അത് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കർത്താവ് മരിക്കുകയാണ് ചെയ്തത്. ഇതാണ് കർത്താവ് പറഞ്ഞത്: അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ യഹൂദരും അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ കാതിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ എപ്പോഴും കൂടെ പറഞ്ഞു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കും അത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും തന്നെയും എപ്പോഴും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്. കിടക്കാൻ പോകുമ്പോഴും ഉറങ്ങുന്നതിന് മുൻപും നമുക്ക് പറയാവുന്നതാണ്: കർത്താവേ, ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് ഈ പ്രാർത്ഥന കഴിഞ്ഞാണ് ലോകവാസം വെടിഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംസ്കരിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അടുത്ത കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇന്ന് ചെയ്യേണ്ടുന്നത്. അപ്പം നേരത്തെ ചെയ്യാൻ പറ്റിയില്ല. ഉയർപ്പിൻ്റെ ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാം. അപ്പോൾ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്: ആഴ്ചയുടെ 1-ാം ദിവസം മഗ്ദലേന മറിയം യോഹന്നാനോടും പത്രോസിനോടും ഒക്കെ കൂടി അവിടെ ആഴ്ചയുടെ 1-ാം ദിവസം മഗ്ദലേന മറിയം പോയി കബറിങ്കൽ അടക്കിയിരുന്ന സ്ഥലം, സംസ്കരിച്ചിരുന്ന സ്ഥലം പോയി നോക്കി. അവർക്കന്ന് പോയി ഉടനെ സംസ്കരിക്കാനോ സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ പൂശാനോ തൈലം പൂശാനോ ഒരു യഹൂദന് ചെയ്യേണ്ടുന്ന രീതികളൊന്നും ചെയ്യാനൊന്നും സാധിച്ചില്ല. ആ സങ്കടം അവർക്കുണ്ട്. പിന്നെ മറ്റുള്ളവരെ ഭയവും ഉണ്ട്. അതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ, നല്ലപോലെ വെളുക്കുന്നതിന് മുൻപ് തന്നെ അവർ പോയി. അത് മറിയം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറ്റുള്ളവരും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അടക്കുന്നതുമൊക്കെ അവർ കണ്ടു, ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിനെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റു ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു: കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ കല്ല് ഉരുട്ടി മാറ്റുന്നതിനെ മറ്റ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്: ഇത് ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും എന്ന് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടാണ് പോയത്. മഗ്ദലേന മറിയം മാത്രമല്ല, പല സ്ത്രീകളും കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെ. മഗ്ദലേന മറിയത്തെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. മുന്നിൽ നിന്ന്
എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിനെ അവരെല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും വളരെ അവർക്ക് കർത്താവിന് വേണ്ടുന്ന ശുശ്രൂഷകൾ ശിഷ്യന്മാർക്കും വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും എല്ലാം അവർ ചെയ്താണ് കർത്താവിനെ അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ ചെയ്തത്. എല്ലാവർക്കും വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്തായിരുന്നു. അവരുടെ സമയവും അവരുടെ പണവും അവരുടെ സമ്പത്തും എല്ലാം അവർ ചെലവഴിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത്. കാരണം അവർക്കറിയാം വെറും മനുഷ്യനല്ല, മിശിഹ തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പരിശുദ്ധാത്മാവ് അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനെയാണ്. യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാൻ അങ്ങനെയാണല്ലോ പലയിടത്തും എഴുതിയിരിക്കുന്നത്. അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എവിടെയോ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം മഗ്ദലന മറിയം പറയുന്നത് മഗ്ദലന മറിയം എന്നുള്ളതാണെങ്കിൽ അവിടെ ബഹുവചനം പറയണ്ടല്ലോ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് മഗ്ദലന മറിയം പറഞ്ഞത്. അപ്പോൾ അവർ പലരുണ്ടായിരുന്നു. പത്രോസുടനെ മറ്റേ ശിഷ്യനോട് കൂടെ ഓടിപ്പോയി കല്ലറയിലേക്ക് പത്രോസും യോഹന്നാനും കൂടെ ഓടിപ്പോയി. യോഹന്നാന് എളുപ്പമായതുകൊണ്ട് കുറച്ച് വേഗത്തിൽ ഓടി അവിടെ ചെന്നു. പക്ഷേ അവിടെ പോയി കല്ലറയുടെ സമീപത്ത് ചെന്നയുള്ള കല്ലറയുടെ വാതിക്കൽ അങ്ങോട്ട് പോയി അകത്ത് കയറിയില്ല. കല്ലറയുടെ അകത്തോട്ട് കുനിഞ്ഞ് നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടുവെങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. കാരണം മൂപ്പൻ വരണം, അധികാരി വരണം, പത്രോസാണ് അധികാരി എന്നുള്ളത് പരക്കെ ശിഷ്യന്മാരെല്ലാവരും അംഗീകരിച്ചിരുന്നതാണ്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ കാണാം. ഓരോരുത്തർ പറയുന്ന ചില ദുഷ്ടബുദ്ധികൾ പറയുന്നത് പോലല്ല. കാരണം കർത്താവ് ബൈബിളിനെതിരായിട്ട് അവർ പറയുന്നു, സംസാരിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നവർ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് ചെയ്യുന്നത്. കാരണം സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് സത്യത്തിന് വിരുദ്ധമായിട്ട് അവർ അവിടെ പ്രവർത്തിക്കുന്നു. അതാണ് അവർ ചെയ്യുന്നത്. അത് മർക്കോസിൻ്റെ സുവിശേഷം 3:28-29 വാക്യങ്ങളും മത്തായിയുടെ 12-ാം അധ്യായം 31-32 ഇതിലെല്ലാം കർത്താവ് പറയുന്നുണ്ട് ഈ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട്, അതാണ് ആത്മാവിനെതിരായ പാപം ഒരിക്കലും ക്ഷമിക്കുകയില്ലെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്താണ്? പരിശുദ്ധാത്മാവിനെതിരായ പാപം പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ സത്യം മനസ്സിലാക്കി കൊടുക്കുക. സത്യം എന്താണ്? വചനം ഏതാണ്? ഇവിടെ വേദപുസ്തകത്തിൽ ലിഖിതമായ ആ വചനം. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതാണ് വേദപുസ്തകം. അപ്പോൾ അതിന് എതിരായിട്ട് അത് കള്ളമാണെന്ന് പറഞ്ഞു വരുത്തി അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വരുത്തുന്നത് വലിയ പാപമാണ്. ഇവിടെ ധാരാളം പേരുണ്ട്, ഇപ്പോൾ മാധ്യമങ്ങളിലുണ്ട്, പല ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്തെല്ലാം അതിന് പറയുന്നത്, എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങളിലാണ് അവർ ചിന്തിച്ച് ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. അത് ഒന്നും അറിയാൻ വയ്യാത്ത സാധുക്കളായ ജനങ്ങൾ അത് കണ്ടും കേട്ടും വായിച്ചും ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കും. അതേസമയം ചില ബെന്തിക്കോസുകാരുള്ള പല പ്രൊട്ടസ്റ്റൻ്റ് സഭകളും, ബെന്തിക്കോസുകാർ കൂടുതൽ, അതിൽ ഞാൻ പറഞ്ഞ നാളെ ഞാൻ പേരെടുത്ത് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല, ജോബി ആൽവിൻ വലിയ ബെന്തിക്കോസ് നേതാവാണ്, വലിയ പണ്ഡിതനാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. അപ്പോൾ ചുമ്മാ പറയുമല്ല, ഞാൻ പണ്ഡിതനാണ്, തിയോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ളതാണ്, ഇതൊക്കെ പറഞ്ഞ എന്തോ തിയോളജിയാണ് പഠിച്ചത്. ഡയബോളിക്കൽ കാറ്റഗിസം തിയോളജി എന്നേ ഞാൻ പറയത്തുള്ളൂ. പിശാചിൻ്റെ, സാത്താൻ്റെ തിയോളജി അതാണ് പഠിച്ചത്. സാത്താൻ പഠിപ്പിക്കുന്നതാണ് പഠിച്ചിരിക്കുന്നത്, അത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ പ്രസ്ഥാനങ്ങൾ സത്യം എന്താണെന്ന് അവർക്കറിയാം. അറിഞ്ഞും കൊണ്ട് അതിനെതിരായിട്ട് പറയുക, പ്രവർത്തിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, സാധുക്കളായ ജനങ്ങളെ വഴിതെറ്റിക്കുക, അത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. അത് ക്ഷമിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ ഇതുമൊക്കെ വായിച്ചിട്ടാണ് അത് പറയുന്നത്. ബൈബിളിൽ മാറ്റം വരുത്തിയവർ ഈ വാക്യങ്ങൾ മാറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാറ്റം വരുത്തിയിട്ടാണ് ഓരോരുത്തരും ഓരോ സഭ സ്ഥാപിച്ചത്. അപ്പം ഇത് അവർ പഠിപ്പിക്കുന്നത്, സാധുക്കളെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. ഈ പിശാചിൻ്റെ ഈ വഴിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കർത്താവ് ക്ഷമിക്കുകയില്ലെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് കരുണാമയനാണ്, കർത്താവിൻ്റെ കരുണയ്ക്ക് അതിരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് കർത്താവ് പ്രാർത്ഥിച്ചതുപോലാണ്, ഒരിടയനും ഒരു തൊഴുത്തുമാകണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി മാനസാന്തരപ്പെട്ട് സത്യം എന്താണെന്ന് അറിഞ്ഞ് സത്യത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് റീബോൺ, RB
വീണ്ടും ജനനം, അല്ലാതെ മറ്റ് അവിടെ പോയി മുങ്ങുന്നത് കൊണ്ടല്ല വീണ്ടും ജനനം ഉണ്ടാകുന്നത്. കർത്താവിനെ ഏറ്റുപറഞ്ഞെങ്കിൽ, ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് നാഥന് രക്ഷകനുമായിട്ട് ഏറ്റുപറഞ്ഞെങ്കിൽ പിന്നെന്തിനാ ഇവിടെ ബൈബിളിന് വിരുദ്ധമായിട്ട് പിന്നെ പറയുന്നത്, ഈ വചനത്തിന് വിരുദ്ധമാക്കുന്നത്? കത്തോലിക്ക സഭയിലുള്ള വിരോധം കൊണ്ട്, പൂർവ്വസഭയുടെ കർത്താവ് സ്ഥാപിച്ച സഭയുടെ വിരുദ്ധത കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. അത്ര വലിയ കഠിനമായ പാപമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർമ്മ വേണം. മനുഷ്യരെ വഴിതെറ്റിക്കരുത്. നിങ്ങൾ അവരെയും കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാതെ നിങ്ങൾ തടയുകയാണ്. മത്തായി 23-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളും പ്രവേശിക്കത്തില്ല, സ്വർഗ്ഗരാജ്യത്തിൻ്റെ വാതിലടച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, വേറെ ആരും കയറാതിരിക്കാൻ. ആ പണിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം പ്രിയപ്പെട്ടവരെ. അത് നിങ്ങൾ അറിഞ്ഞു വേണം. ബൈബിൾ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ, അവർക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്, ഇത് പറയുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം, അവരുടെ പ്രബോധനങ്ങൾ കേൾക്കരുത്. അത് തെറ്റാണ്, സാത്താൻ്റെ പ്രബോധനങ്ങളാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വഴിയിൽ നിന്ന്, കർത്താവ് സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിൽ നിന്ന്, ആ സഭയിൽ നിന്ന് അവരെന്തിനു മാറിപ്പോണം? തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വാർത്ഥമായ സ്വന്തമായ അധികാര മോഹങ്ങൾക്ക് വേണ്ടി, അധികാരം നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ കർത്താവിനെ അവർ പോയി കണ്ടപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അവിടെ പോയി ശിമയോൻ പത്രോസ് അവിടെ ചെല്ലുമ്പോൾ അകത്ത് ചെന്നു, കയറി കണ്ടു, കച്ച അവിടെ കിടക്കാണ്ട് തലയിൽ കെട്ടിയിരുന്ന തൂവാലയും കച്ചയോട് കൂടി അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അവിടെ കർത്താവിനെ ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, അവിടെ ആളിനെ കണ്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതാണ് അടയാളം അവിടെ സത്യസന്ധമാണെന്ന് അറിയുന്നതിന്. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു. പിന്നെ യോഹന്നാനും പുറകെ കണ്ടു. എന്തുകൊണ്ട് പത്രോസിനെ അവിടെ ആദ്യം കയറ്റി? വെറും മൂപ്പ് നോക്കിയല്ല. കർത്താവ് എല്ലാ ശിഷ്യന്മാരോടും ഉള്ളപ്പോഴാണ് മൂപ്പ് സ്ഥാനം കൊടുത്ത് പത്രോസിനെ ഏൽപ്പിച്ചത്. ഈ പാറയിൽ ഈ പത്രോസ് എന്ന പാറയിലാണ് ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സഭ തലവൻ പത്രോസിനെയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളെല്ലാം ഉടനീളമുണ്ടത്. പിന്നെ വിശ്വസിക്കാതിരിക്കുന്നതിന് എന്തിനാ? ഈ ജോബി അൽവിൻ പറഞ്ഞ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഇത് റോമിൽ പോലും പോയിട്ടില്ല. പിന്നെ എങ്ങനെ ബൈബിൾ വായിക്കാത്ത മനുഷ്യനാണോ ഇത്? പിന്നെ ഇവിടുന്ന് ഇവരൊക്കെ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത്. പത്രോസ് അവിടെ റോമിലാണ് മരിച്ചത്, വത്തിക്കാൻ കുന്നിലാണ് മരിച്ചത്, തലകീഴായിട്ട് കുരിശിൽ തൂക്കി മരിച്ചത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, സമയം നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ പഠിപ്പിക്കുന്നത് സാത്താൻ്റെ പ്രബോധനമാണ്. അതായത് ഒരു വിരോധം, വ്യക്തികൾ വിരോധം, പ്രസ്ഥാനത്തിലുള്ള വിരോധം, തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന്, സത്യം മറ്റുള്ളവരറിയാൻ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന്. അവിടുത്തെ യഹൂദരും ഫരിസേയരൊക്കെ കർത്താവിനെ വിസ്തരിച്ചത് ആ രീതിയല്ലേ, സത്യം അറിയരുത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ ഇല്ലാതാക്കാൻ നോക്കി. അതുപോലെയാണ് നിങ്ങൾ സഭയോട് ചെയ്യുന്നത്, കത്തോലിക്ക സഭയോട് ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോൾ അങ്ങനെ അവർ മനസ്സിലാക്കി. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. അവർക്കിത് ഒരു കീറാമുട്ടിയായ ഒരു പ്രശ്നമായിരുന്നു. കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു, ഉയർത്തെഴുന്നേൽക്കൂ എന്നൊക്കെ കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർ ബാക്കിയുള്ളവർക്ക് പറയാൻ ഓടിപ്പോയി. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. പത്രോസും യോഹന്നാനും പോയി കഴിഞ്ഞപ്പോഴാണ് അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അത് എവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. അതായത് അരിമത്ഥ്യക്കാരൻ ജോസഫിൻ്റെ തോട്ടമാണ്. ആ തോട്ടം സൂക്ഷിപ്പുകാരനായിരിക്കും എന്ന്, പരിപാലിക്കുന്ന ആളായിരിക്കും എന്ന് അവൾ വിചാരിച്ചു. യേശുവോട് ചോദിച്ചു, സ്ത്രീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് നീ അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവൾ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പം ഞാനന്ന് മാത്രമല്ല, അവിടെ പലരും ഉണ്ട്. അപ്പോൾ യേശു അവളെ വിളിച്ച് മറിയം എന്ന് വിളിച്ചപ്പോൾ, ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ റബ്ബൂനി എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിലും അരാമായ ഭാഷയിലും, കർത്താവിൻ്റെ ഭാഷയാണ് അരാമായ ഭാഷ, ഇവരെല്ലാവരും അരാമായ ഭാഷ സംസാരിക്കുന്നവരാണ്. ആ ഭാഷയിൽ റബ്ബൂനി എന്ന് വിളിച്ചു. അവളെ ഹീബ്രു മാത്രമല്ല അരാമായ ഭാഷയും അതാണ്. എന്ന് പറഞ്ഞാൽ ഗുരു എന്ന, അല്ലെങ്കിൽ യജമാനൻ, കർത്താവ് എന്നുള്ള അർത്ഥമാണ് അതിന്. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞ് നിർത്താതിരിക്കുക. എന്താണ് തടഞ്ഞു നിർത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ?
അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു വന്നു. അപ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നെ തടഞ്ഞു നിർത്തുക, അവിടെ ചിലരൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. കർത്താവ് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞാൽ, കർത്താവ് ഇതുവരെ ഇതിപ്പോൾ എന്ത് പറയുന്നുണ്ട്, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. 17-ാം വാക്യം, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെയും അടുത്ത് ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ അവിടെ പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ തടഞ്ഞു നിർത്തുകയെന്ന് പറഞ്ഞാൽ, ഇവർ ഈ 3 ദിവസം കൊണ്ട് വളരെയധികം അവർ വ്യസനിച്ച് ദുഃഖിച്ച് ചങ്ക് പൊട്ടി കരഞ്ഞ് നീറിക്കരയായിരുന്നു. കാരണം അവർ ഏറ്റവും സ്നേഹിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന ആ കർത്താവിനെയാണ് കാണാതെ പോയത്. മനുഷ്യൻ എന്നുള്ള നിലയിലല്ല ആരാധിച്ചിരിക്കുന്നത്, മനുഷ്യനല്ല ആരാധന. അപ്പോൾ അത് കാണാതെ പോയി. ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ച് അവിടെ ഇരുന്ന് അവർക്ക് അതിൻ്റെ വേദന, അതിൻ്റെ കൂടെ ആണ് ഇത് കാര്യങ്ങൾ. അപ്പോൾ കാണുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അവർ ആ സ്നേഹപ്രകടനം കൊണ്ട് കർത്താവിൻ്റെ മുന്നിൽ പാദത്തിൽ കെട്ടിപ്പിടിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യും. അപ്പോൾ അതവൾക്കറിയാം, പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യും. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ മേലിൽ തുടർന്ന് ഞാൻ കർത്താവിൻ്റെ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല, പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. എന്തിനാ? മഹത്വം സ്വീകരിക്കണം. ഈ ലോകശക്തികളെ, തിന്മ ശക്തികളെ, സാത്താൻ്റെ ശക്തികളെ എല്ലാം തോൽപ്പിച്ച് മരണത്തിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേറ്റ് ശ്രീലാളിതനായി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. കർത്താവ് എല്ലാവരെയും പാദപീഠമാക്കി കഴിഞ്ഞ്, സങ്കീർത്തനം പറയുന്നത് പോലെ പാദപീഠമാക്കി കഴിഞ്ഞു. അതുവരെ നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ആ മഹത്വത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാകണം, മഹത്വം സ്വീകരിക്കണം അവിടെ നിന്ന്. അതിനുവേണ്ടിയാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, ഞാൻ അവിടെ കയറിയിട്ടില്ല, ഇനിയും പോകണം. അപ്പോൾ കർത്താവ് എത്ര പ്രാവശ്യം സ്വർഗാരോഹണം ചെയ്തു? ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ആരും പറഞ്ഞു കൊടുത്തും കേട്ടിട്ടില്ല. അച്ഛന്മാരായാലും മറ്റുള്ളവരായാലും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കർത്താവ് 2 പ്രാവശ്യം സ്വർഗാരോഹണം ചെയ്തു എന്നാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എപ്പോഴാണ്? 40 ദിവസം കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്തില്ല, അതിന് മുൻപ് ഈ സമയത്ത് ഉയർത്തെഴുന്നേറ്റുള്ള കർത്താവ് പിതാവിൻ്റെ അടുക്ക് പോയിരിക്കുന്നു. സ്വർഗാരോഹണം അവിടെ അപ്പോൾ അവിടെ ഞാൻ പിതാവിൻ്റെ, നിങ്ങളുടെ പിതാവിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയാണ്ട് ആരോഹണം ചെയ്യുവാൻ ഒരുങ്ങുകയാണ്, അതിന് പോവുകയാണ് സ്വർഗത്തിലേക്ക് പോകാൻ, ആ മഹത്വം സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങളുടെ പിതാവിൻ്റെ എൻ്റെ പിതാവ് എന്ന് പറയുന്നത് കർത്താവ് എല്ലാം വിജയ ശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റു. കർത്താവ് അതുകൊണ്ട് തന്നെ തൻ്റെ ആ പുത്രൻ്റെ പുത്രത്വം തന്നെ നമുക്ക് ഓരോ വിശ്വാസികൾക്ക്, ഈ ശിഷ്യന്മാർക്കും ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു. കർത്താവ് വിജയ ശ്രീലാളിതൻ മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും വിജയ ശ്രീലാളിതനായതുകൊണ്ട് ആ പുത്രത്വം കിട്ടിയപ്പോൾ ഇവർ സഹോദരങ്ങളാണ്. ആരാ? ശിഷ്യരെല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ, അപ്പോൾ ശിഷ്യരെ എങ്ങനെ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല, അവർ കർത്താവ് ആണെന്നാണ്. അതന്നെ പോയി. അപ്പം കർത്താവ് പറഞ്ഞു നിങ്ങളുടെ എൻ്റെ സഹോദരന്മാരല്ല. അപ്പോൾ അവരാരാ? അവരെല്ലാം കർത്താവിൻ്റെ സഹോദരനാണ്. 2 പുത്രത്വമാണല്ലോ. പുത്രൻ്റെ ആ പുത്രത്വം ഇവർക്കും കൂടെ കൊടുത്തതുകൊണ്ട് സഹോദരരാണ്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു പറയുക, പോവുക. നോക്ക് എന്ത് നല്ല ഒരു കാര്യമാണ്, എത്ര ഭാവനയോടുകൂടി അത് എഴുതിയിരിക്കുന്നു. അപ്പം നമ്മൾ എല്ലാവരും കർത്താവിൻ്റെ ആ പുത്രത്വ സ്ഥാനത്തേക്ക് പിതാവ് നമ്മളെ കൊണ്ട് എത്തിച്ചു. പിതാവിൻ്റെ ആ സ്നേഹം നോക്കുക. സ്വന്തം പുത്രനെ ഈ പങ്കപ്പാടുകളെല്ലാം സഹിക്കാൻ വേണ്ടി വിട്ടു തന്നു. ഇനി ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് മധ്യസ്ഥനായിട്ട് അവിടെ പോയിരുന്ന സ്ഥാനമേറ്റ് മഹത്വപ്പെട്ട് സ്ഥാനമേൽക്കണം. അതിനുവേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ പാവങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം, പിതാവ് തൻ്റെ പുത്രനെ തന്നെ അയച്ചു തന്ന് നമ്മളെ അത്രത്തോളം സ്നേഹിച്ചു. പിതാവ് ഇപ്പം യേശു അനുഭവിച്ച പീഡകളുടെ 1% 1000-1 പോലും നമുക്ക് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന്
പാപവീഴ്ചയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ യേശു തന്നെ വരേണ്ടി വന്നു. മറ്റാരെങ്കിലും പോരെ, നമ്മൾ അനുവർത്തിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. പാപപരിഹാര ബലികളെല്ലാം കുഞ്ഞാടിനെ കൊന്നവരവിടെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടൊന്നും ഒരിക്കലും നടക്കുന്നില്ല, പാപപരിഹാരം തീരുകയില്ല. അതുകൊണ്ട് കർത്താവ് അവിടുന്ന് ഇതെല്ലാം തൻ്റെ കുരിശിൽ ബലിയർപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളുടെ പാപം എല്ലാം മോചിച്ചു കഴിഞ്ഞ് ഇനിയും കർത്താവിൻ്റെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥനായിട്ട് നമുക്കവിടെ ഉപവിഷ്ടനായിരിക്കുകയാണ് വലത്തുഭാഗത്ത്. അപ്പോഴാണ് നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് കഴിഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല, വേറെ ഒന്നിനെയും കൊണ്ട് സാധിക്കത്തില്ല, ഒരു ദൂതന്മാരെ കൊണ്ട് ഇങ്ങനെ സാധിക്കത്തില്ല. നമ്മുടെ പാപങ്ങൾ, മനുഷ്യൻ്റെ പാപങ്ങൾ അത്രത്തോളം ഗുരുതരമാണ്, ലഘുവല്ല. അതുകൊണ്ടാണ് കർത്താവ് തന്നെ, ദൈവം തന്നെ വരേണ്ടി വന്നത്, ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നത്. അത് മനസ്സിലാക്കണം. അപ്പോഴങ്ങനെ മോചിച്ച് കഴിഞ്ഞ് അപ്പോൾ എന്തുവാണ് നമുക്ക് സംഭവിച്ചത്? നമ്മൾ സ്വർഗത്തിന് അവകാശികളായി, നമ്മൾ പുത്രന്മാരായതുകൊണ്ട് സ്വർഗത്തിനും അവകാശികളായി എന്ന് അവിടുന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് സ്വർഗത്തിനും പുത്രത്വ സ്ഥാനം ലഭിച്ച് സ്വർഗത്തിനും അവകാശികളായി, നമ്മൾ അധികാരികളായി മാറുകയാണ് അവിടെ ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ അതിൽ അങ്ങനെ ആകണമെങ്കിൽ പാപങ്ങൾ മോചിച്ചു. പക്ഷേ പാപങ്ങൾ മോചിച്ചെങ്കിൽ പാപത്തിൻ്റെ പരിഹാരം നമ്മൾ ചെയ്യണം. ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാപത്തിൻ്റെ പരിഹാരം അവനവനാണ് ചെയ്യേണ്ടുന്നത്. അത് മറ്റൊന്നിനെ കൊണ്ട് സാധിച്ചില്ല. ഇന്ന് വരെ പാപപരിഹാര ബലികളൊക്കെ അർപ്പിക്കുമ്പോൾ ആ മൃഗമാണ് ആ പരിഹാരം ചെയ്യുന്നത്. അതെങ്ങനെയാണ് സാധുവാകുന്നത്? പൂർണ്ണമായിട്ടാകത്തില്ല. ആ പുരോഹിതനും അതുപോലെ പാപത്തിലാണ്, പൂർണ്ണമായിട്ട് പരിഹാരമാകത്തില്ല. അപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിച്ചു, സത്യമാണ്. ഇനി പരിഹാരം ബാക്കി കിടക്കുന്നു, കടങ്ങൾ ബാക്കി കിടക്കുന്നു. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടുന്നതെന്ന് നമ്മൾ അത് മനസ്സിലാക്കണം. അത് ക്രിസ്തു വിജയശ്രീലാളിതനായി പോയി അവിടെ മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പോയിരിക്കുകയാണ്. നമ്മുടെ കടങ്ങൾ നമ്മൾ എന്തു ചെയ്യണം? ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ്, ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ്, വിശ്വസിച്ച് അതരം കൊണ്ട് പറഞ്ഞ് നമ്മൾ സ്നാനം സ്വീകരിക്കുക, മാമോദീസ സ്വീകരിക്കുക എന്നിട്ട് എന്തു ചെയ്യണം? അതുവരെയുള്ള പാപങ്ങളെ മോചിച്ച കടങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇനിമേൽ പാപം ചെയ്യാതിരിക്കണം. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, ഈ വേദപുസ്തകത്തിൽ വിശ്വസിക്കുക, അത് ഏറ്റുപറയുക, മറ്റുള്ളവരോടും പ്രഘോഷിക്കുക, അറിവില്ലാത്തവരെ വഴിതെറ്റിക്കാതിരിക്കുക. ഈ വേദപുസ്തകത്തിൻ്റെ പേരിൽ അത് ഉപജീവന മാർഗമാകാതിരിക്കുക. അതിനുവേണ്ടി ഓരോരോ കൂട്ടായ്മകളും സഭകളും സ്ഥാപിക്കാതിരിക്കുക. കർത്താവ് സ്ഥാപിച്ച സഭയിൽ നിന്ന് നമ്മൾ ആ പരിഹാരക്രിയ ചെയ്യുമ്പോൾ, അത് ചേർന്ന് ആ കർത്താവിനെ പ്രകീർത്തിക്കുമ്പോഴാണ് അവിടെ നമ്മൾക്ക് പരിഹാരം നേടാൻ നമ്മൾക്കും ചെയ്യാൻ പറ്റുന്നത്. ഇനിയും കർത്താവ് അതിനുവേണ്ടി ഒരു സഭ സ്ഥാപിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പത്രോസിനെ തലവനാക്കിക്കൊണ്ട് സഭ സ്ഥാപിച്ചു. അവിടെ കർത്താവ് ഈ അനുഷ്ഠിച്ച ബലികളൊക്കെ പറഞ്ഞു. അതിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്ന, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ദിവസവും ഇത് ചെയ്യുക. ഇത് ദിവസവും ചെയ്യണം. ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദിവസവും ചെയ്യണം, വല്ലപ്പോഴും ഒരിക്കലല്ല. അത് ഇച്ചിരി റൊട്ടി കഷണവും കഷണവും കൊടുത്ത് മുന്തിരിയും ജ്യൂസ് അടിച്ച് കൊടുത്ത് കുടിക്കാൻ കൊടുക്കുന്നതല്ല. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായിട്ട് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടുന്നത്. അത് മറ്റൊരിടത്തും പറ്റുകയില്ല. അത് അപ്പസ്തോലിക സഭയിൽ പ്രത്യേകിച്ച് അത്, അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രത്യേകമായിട്ട് അത് പറയുന്നില്ല, മറ്റ് പ്രശ്നങ്ങൾ വേണ്ട. അത് കത്തോലിക്ക സഭയിൽ ഞാൻ തിരിച്ച് പറയുകയാണെങ്കിൽ അവിടെയാണ് അപ്പവും വീഞ്ഞും ഇന്ന് വരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് കർത്താവിൻ്റെ ശരീരമാണ്, കർത്താവിൻ്റെ രക്തമാണെന്നുള്ളത്. 33.5 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് ഉള്ള മാംസത്തിൻ്റെ ഭാഗമാണ്, അവിടെ നിന്നുള്ള രക്തമാണ് ഇത് എന്ന് രക്തമായി കഷ്ണവും അത് മാംസകഷ്ണമായി മാറിയ തിരുശരീരം, തിരുവോസ്തി പരിശോധിച്ച ശാസ്ത്രജ്ഞരാണ്. അല്ലെങ്കിൽ വലിയ ലോകം കേട്ട 1986 നടന്ന ഏറ്റവും ലോകം കേട്ട വലിയ ഒരു ഹൃദയ
ശസ്ത്രക്രിയ വിദഗ്ധൻ അത് കത്തോലിക്കനായിരുന്നില്ല, കത്തോലിക്ക വിരുദ്ധനായിരുന്നു, പ്രൊട്ടസ്റ്റൻ്റുകാരനായിരുന്നു. അതറിയാതെ, അത് പറയാതെ, വെളിപ്പെടുത്താതെ അദ്ദേഹം ഇത് കത്തോലിക്കരുടെ ഈ കള്ളത്തരം പൊളിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ അപ്പക്കഷണം ഒരു മാംസകഷണമായി മാറിയ മാംസകഷണം പരിശോധനയ്ക്ക് കൊണ്ടുപോയത്, അനുവദിച്ചത് അദ്ദേഹത്തെ പരിശോധിക്കാൻ, അത് ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹം നോക്കി പരിശോധിച്ച് കഴിഞ്ഞു. അതിൻ്റെ പലവിധ പല പരിശോധനകളും അദ്ദേഹം ടെസ്റ്റുകളെല്ലാം ചെയ്തു. പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത്. 33 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയഭിത്തിയിലൂടെ ചേർന്നുള്ള മാംസഭാഗവും ആ രക്തവുമാണ് ഇതെന്ന്. ഇതിലും വലിയ തെളിവ് വേണോ നിങ്ങൾക്ക്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സഭയെയും ഈ വേദപുസ്തകത്തെ നിങ്ങൾ അധിക്ഷേപിക്കുന്ന വിധത്തിൽ? ഞങ്ങൾ വേദപുസ്തകം കൊണ്ടാണ്, ഞങ്ങൾ പറയുന്ന വേദപുസ്തകത്തിലുള്ളതാണ് പറയുന്നതുകൊണ്ട് കണ്ഠത്തിൽ ഇടുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്, ഉയർത്തി കാണിക്കുന്നത്. അതിലുള്ള ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ട് എന്തിനാണ് ഈ അനാവശ്യം കാണിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബലി അർപ്പിക്കപ്പെടുന്ന കത്തോലിക്ക സഭയിലാണ്. അത് അനുസ്യൂതം നടക്കുന്നു. ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അതിൻ്റെ ആ ആരാധന, പുതിയ ആരാധനയും നിലവിൽ വന്നു. അവിടെ യെരുസലേമിലെ ആരാധന രീതി മാറി. മൃഗഹിംസ നടത്തിയിരുന്ന ആരാധന മാറി. എന്നിട്ട് അത് വിശ്വാസം, ക്ഷമ, പ്രാർത്ഥന ഇതിലടിസ്ഥാനമാക്കിയ ഒരു ആരാധനക്രമം തന്നെ കർത്താവ് വരുത്തി. അതാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നത്. ഞാൻ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ മറ്റ് ഓർത്തഡോക്സോ ഇത് യാക്കോബൈറ്റ് ഓർത്തഡോക്സൊക്കെ പിന്നെ വന്ന യാക്കോബൈറ്റ് ഓർത്തഡോക്സ് മറ്റ് അപ്പസ്തോലിക സഭകളെന്ന് പറയപ്പെടുന്ന ചില എല്ലാത്തിലും ഉണ്ട് പക്ഷേ അത് അന്യൂനം ഇത് നടക്കുന്നത് ഇവിടെ കത്തോലിക്ക സഭയിലാണ്. വേറൊരിടത്തും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മാംസമായിട്ട് അത് മാംസരക്തമായിട്ട് ഈ തിരുവോസ്തി മാറിയിട്ടില്ല ഒരിടത്തും, ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് അന്യൂനം ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും ഇത് നടക്കണം. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അത് വല്ലപ്പോഴും ഒരിക്കൽ കൂടുമ്പോഴല്ല, ദിവസവും ചെയ്യണം. അതിങ്ങനെ അവിടുന്ന് കർത്താവ് തന്നെയാണ് വിജയശ്രീലാളിതനായി പുരോഹിതന്മാർ ആ പുതിയ പുരോഹിതനായത്, പ്രധാന പുരോഹിതനായി നിത്യ പുരോഹിതനായി മാറി. അവിടുന്ന് ബലിയർപ്പിച്ച് അവിടെ കാൽവരി കുന്നിൽ ബലിയർപ്പിച്ചു. പെസഹാ ദിവസം വിശുദ്ധ കുർബാന അപ്പവും വീഞ്ഞും എടുത്ത് ആശീർവദിച്ച് വിശുദ്ധ കുർബാന കൊടുത്തെങ്കിലും ബലി പൂർത്തിയായത് അവിടെ കാൽവരി കുന്നിലാണ്. ആ രക്തമൊക്കെ ഒഴുക്കി അവിടെ നിന്ന് ബലി പൂർത്തിയാക്കി തൻ്റെ സഭയ്ക്ക് വേണ്ടി അത് ചെയ്തു. ആ വിശ്വാസം, ആ കർത്താവിൻ്റെ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ ഇന്നലെ ഞാൻ അത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു, ബർബാസിനെ പോലും ആ ക്ഷമ കൊടുത്തു. ആ പാവങ്ങൾ ഈ ക്ഷമ ഇവിടെ കിട്ടി കർത്താവിൻ്റെ ആ ബലിയിൽ കർത്താവ് കൊടുത്തു. ആ ടിസ്മാസ് എന്ന് പറയുന്ന വലത്ത് വശത്ത് കിടന്ന് കള്ളന് മാത്രമല്ല ബർബാസിനും കിട്ടി. പക്ഷേ ബർബാസ് അത് ഉപയോഗിച്ചില്ല, യൂദാസിനെ പോലെ ആയിപ്പോയി. ബർബാസിന് എന്ത് പറ്റിയെന്നും ബർബാസ് അത് എന്ത് ചെയ്തെന്നൊന്നും പിന്നെ അത് രേഖകളിൽ കാണുന്നില്ല. രേഖകളെന്ന് പറഞ്ഞാൽ ക്രിസ്തു വിരോധികൾ ആണ്, ക്രിസ്തു കൂട്ടായ്മക്കാരുടെ വിരോധികൾ എഴുതിയ ചരിത്രമാണ്, അല്ലാതെ ക്രിസ്തു ശിഷ്യർ എഴുതിയ ചരിത്രമല്ല. അത് ബൈബിൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. അതിൻ്റെ സത്യാവസ്ഥ സത്യമാണ്, നിജാവസ്ഥയാണ് എന്നറിയുന്നതിനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഈ തിരുബലി സഭയിൽ എല്ലാ ദിവസവും അനുസ്യൂതം തുടരുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 19b ഇത് പറയുന്നത്, നിങ്ങൾ ദിവസവും ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, അപ്പോൾ പത്രോസിൻ്റെ അപ്രമാദിത്വം ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ വെള്ളം ചേർക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ അവർ ബൈബിൾ ഇല്ലാതാക്കണം. ബൈബിൾ ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾ അത് സ്വത്ത് സമ്പാദനത്തിന് ആയിട്ട് മാറ്റരുത്. കാരണം 10, 60, 70 വർഷത്തിന് മുൻപ് ഇവരൊക്കെ ആരായിരുന്നു, എന്നാണ് ഇത്രയും സ്വത്തുക്കളും കോടീശ്വരന്മാരുമായിട്ട് നടക്കുന്നതും ഇങ്ങനെ ചമഞ്ഞ് നടക്കാൻ കഴിഞ്ഞതും എന്നൊക്കെയുള്ളത് ചിന്തിക്കണം. അത് ചിന്തിച്ചിട്ട്, കാരണം അപ്പോൾ മനസ്സിലാകും ഇത് ബൈബിൾ ഇതിന് പണസമ്പാദനത്തിന്, സ്വത്ത് സമ്പാദനത്തിന്, സ്ഥാനമാനങ്ങൾ സമ്പാദനത്തിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അവർ ഇത് ഉപയോഗിച്ചത്. സങ്കീർത്തനം 16:10 അവിടുന്ന് പറയുന്നുണ്ട്, എന്നെ പാതാളത്തിൽ
തള്ളുകയില്ല എന്ന് പറയുന്നു. ഇവിടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് അത് മനസ്സിലാകുന്നതാണ്. ഓസിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം പറയുന്നുണ്ട്, 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. ഓസിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം അവിടെ പറയുന്നുണ്ട്. ഇനിയും കോറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നില്ലേ എന്ന് അവിടെ പറയുന്നുണ്ട്. അല്ല, ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു തന്നെയാണ് പറഞ്ഞത്, കർത്താവ് തന്നെയാണ് അവർക്കത് വിശദീകരിച്ച് കൊടുക്കുന്നത്. കർത്താവിനെ അവരറിയുന്നില്ല, ഇത് പറയുമ്പോഴാണ് അവരറിയുന്നത്. 1 കോറിന്തോസ് 15 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിൽക്കണം. ഏതാ സുവിശേഷത്തിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവ്വപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു 4-ാം വാക്യം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് 5-ാം വാക്യത്തിൽ അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി, അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പൗലോസ് ഇത് എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ്. 500-ലധികം പേർക്ക് പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കണ്ടു കേട്ടു അറിഞ്ഞു അനുഭവിച്ച് രുചിച്ച് നോക്കിയവരാണ് ഈ എഴുതിയിരിക്കുന്നത്, ഈ പറഞ്ഞത്. മറ്റേ ചരിത്രത്തിൽ മറ്റുള്ളവർ പറയുന്നുണ്ട്, റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്രിസ്തു വിരോധികൾ ആയിട്ടുള്ള ചരിത്രകാരന്മാർ എഴുതിയതിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു കാണുന്നില്ല, ഉയർത്തെഴുന്നേറ്റ് പോയെന്നൊക്കെ അവർ പറയുന്നു. അത് വാസ്തവമാണ്, അത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സംഭവത്തിൻ്റെ ഞാനിത് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞു ക്രിസ്തുവിൻ്റെ പേരിൽ മാമോദീസ സ്വീകരിക്കുമ്പോൾ അതിനാണ് സ്നാനം എന്നും പറയുന്നത്. യോഹന്നാൻ്റെ 3-ാം അധ്യായം 5-ൽ നിക്കോദേമോസിനും 5-ാം വാക്യം പറയുന്നുണ്ട്, വീണ്ടും ജനനം വഴി നാം ദൈവം മക്കളാകുന്നു. ഇത് പറയുന്നുണ്ട്, വീണ്ടും ജനനം. അപ്പോൾ പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യരെ എൻ്റെ സഹോദരരെന്ന് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, സംബോധന ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് യേശു ഉടനെ പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയി നമുക്ക് ഈ പദവികളെല്ലാം തന്നുകൊണ്ടാണ്. പിന്നെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടുന്ന് വന്ന് ശിഷ്യർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നതും ഈ 40 ദിവസം അവരോടൊപ്പം കഴിയുന്നതുമൊക്കെ. ക്രിസ്തു വിജയ ശ്രീലാളനായി മീഖായുടെ വന്ന് സാമ്രാജ്യം സ്ഥാപിക്കുന്നത് അത് ഇവിടെ മീഖായുടെ പുസ്തകത്തിൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 4-5b അവൻ പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമായിരിക്കും. ആ വാക്യങ്ങൾ അത് വായിച്ച് നോക്കുക. മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. 5-ാം ബി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആ ഭാഗം. ഒരു വാക്യത്തിൽ അതിൽ ചില വാക്യത്തിൽ 2, 3, 4 ചെറുവാക്യങ്ങൾ കാണും. അതാണ് അതിന് ABCD എന്ന് പറയാം. അതുപോലെ ഇത് ബിയിൽ അതേ ഉള്ളൂ. അവൻ നമ്മുടെ അതെ, സമാധാനത്തിൻ്റെ സഭ സ്ഥാപിച്ചത് ക്രിസ്തു മാത്രമാണ്. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രവാചകന്മാർ വഴി ആദികാലം മുതലേ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ മരണവും ഉയർത്തെഴുന്നേൽപ്പും. കർത്താവ് പീഡകൾ സഹിച്ച് വിരൂപനായി മനുഷ്യരൂപം പോലും ഇല്ലാതായി അവിടെ കൊണ്ടുവരുത്തപ്പോൾ പിലാത്തോസ് കൊണ്ടുവരുത്തി അവരുടെ അടുത്ത് കാണിക്കുന്നുണ്ട്, ഇതാണ് മനുഷ്യൻ, കണ്ടോളാൻ. എന്നാലും അവർക്കൊക്കെ മനസ്സിലായി തോന്നി വെറുതെ വിടാനല്ല കർത്താവ് അവിടെ വന്നത്, രക്ഷപ്പെടാനല്ല. അതിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മരിക്കാൻ വേണ്ടിയാണ്. പീഡകൾ സഹിച്ച് തന്നെ മരിക്കണം എന്നുള്ളതായിരുന്നു. എന്നല്ല അത് വിശദമാക്കി. അപ്പോൾ അങ്ങനെ
കർത്താവ് സമാധാനത്തിൻ്റെ ആ സഭ സാമ്രാജ്യം സ്ഥാപിച്ചു മനസ്സുകളിൽ. അതാണ് ഇന്ന് ക്രിസ്ത്യാനികൾ എന്തുമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും നിന്ദിക്കപ്പെട്ടാലും അവഹേളിക്കപ്പെട്ടാലും സമാധാനമായിട്ട് അവർ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഈ പീഡകർക്കും ദുഷ്ടർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയും രാജ്യവിരോധം കാണിച്ചിട്ടില്ല. രാജ്യത്തിന് ഇന്ന് വരെ ഒരു ചരിത്രത്തിലും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും കാണിക്കില്ല. ആ രാജ്യത്തിനും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവ്യബലിയിലും ഓരോ ദിവസവും പ്രാർത്ഥനകളിലും എല്ലാം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതൊരു മതമാണുള്ളത് പറയുക? ഒരിടത്തുമില്ല. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ തിരിഞ്ഞ് ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞ് സത്യത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതിനെ മതമാറ്റം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അവർക്ക് ഒരു മതവും ഇല്ലാത്തവരാണ്. ചില ഭീകരവാദികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇനിയും പ്രത്യേകമായിട്ട് ഒരെണ്ണം ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ 2 പ്രാവശ്യം വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അതിനുവേണ്ടി. അപ്പോൾ ഇനി അത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊന്നും കൂടെ പറയണം. ജനങ്ങൾ വഴിവെളിച്ച് പോരുത്, തെറ്റ് ശരിയാണെന്ന് ധരിച്ചു പോകരുത്. അപ്പോൾ മതം എന്താണെന്ന് അപ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഹിന്ദു മതം എന്താണെന്ന് ഹിന്ദുക്കൾക്കും ഇപ്പോഴീ ഹിന്ദുക്കളെന്ന് പറയുന്ന ഈ ഭീകരവാദികൾക്കും അറിഞ്ഞുകൂടാ. ഒരു ശതമാനത്തിന് അറിയാവുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അത് അവർ ഒന്ന് ചിന്തിക്കണം. തങ്ങളുടെ മതം എന്താണെന്ന് അവരാദ്യം പഠിക്കണം. അത് പഠിച്ചിട്ട് വേണം ഇത് പറയാൻ. ഈ പറയുന്ന ഈ പീഡകളും കൊള്ളരുതാഴികളും കലാപങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആരും ഹിന്ദു മതത്തിലുള്ളവരല്ല. അതാണ് സത്യം. അവർക്ക് മതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ ഭീകരത കാട്ടാളത്തരം മാത്രമേ അറിയാവൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിജയശ്രീലാളിതനായ ക്രിസ്തു ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതുകൊണ്ടാണ് സമാധാനമായിട്ട് ജീവിക്കുന്നത്. സമാധാനമായിട്ട് എന്ത് വന്നാലും എന്ത് പീഡകൾ വന്നാലും അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാത്തത്. സമാധാന മതമെന്ന് പറയാൻ വേറെ ലോകത്തിലൊരു മതം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, സ്നേഹത്തിൻ്റെയും മതമെന്ന് പറയാൻ. അതുകൊണ്ട് ഞങ്ങളുടെ നേരിലുള്ള പീഡകളെ ഞങ്ങളിത് സഹിക്കുമ്പോൾ ദൈവത്തോടെ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി എല്ലാ ക്രിസ്ത്യാനികളും ആരംഭം മുതൽ ഇന്ന് വരെയും അവർ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറഞ്ഞ സീസറിനുള്ള സീസറിന് തന്നെ കൊടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സത്യം അറിയാൻ വേണ്ടി നേരായ വഴിയിൽ നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും അതുതന്നെയാണ്. നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിനെല്ലാം സഹായിക്കട്ടെ. ഉയർപ്പിൻ്റെ എല്ലാവിധമായ മംഗളാശംസകൾ. ആ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഒരു പുനർജീവനമാണ് ഉയർപ്പ് വന്നത്. ആ പുനർജീവനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എപ്പോഴും അതിൻ്റെ സന്തോഷവും സമാധാനവും സ്നേഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമീൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.